നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതായത് 2024 വർഷത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ വിശദമായ ഫലം. ആദ്യമായി അശ്വതി നക്ഷത്രം. ശനിയുടെ അനുകൂലത ഈ വർഷം മുഴുവൻ തുടരുന്നതിനാൽ സാമ്പത്തികമായ ഉയർച്ച പ്രതീക്ഷിക്കാം. നിക്ഷേപങ്ങൾക്കും തൊഴിൽപരമായ വളർച്ചയ്ക്കും സ്ഥാനക്കയറ്റത്തിനും ശനിയുടെ ഈ ബലം കാരണമാകുന്നു. ഏപ്രിൽ അവസാനം വരെ വ്യാഴം ജന്മരാശിയിൽ തുടരുന്നതിനാൽ മാനസിക ക്ലേശങ്ങളും സാമൂഹികമായ അംഗീകാരം കിട്ടാതിരിക്കലും ആശയക്കുഴപ്പങ്ങൾക്കും സാധ്യതയുണ്ട്. മെയ് മാസം മുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരി വിദ്യാഭ്യാസത്തിന് അവസരമുണ്ടാകും. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ അവിവാഹിതർക്ക് വിവാഹസിദ്ധി വന്നുചേരും. രാഹുവിൻ്റെ അനിഷ്ടസ്ഥിതിയാൽ അപ്രതീക്ഷിതമായ യാത്രകളും അധിക ചിലവുകളും ഉണ്ടായേക്കാം. പാദരോഗം, അതുപോലെ തന്നെ ഇഷ്ടബന്ധുക്കളിൽ ചിലർക്ക് ദുരിതങ്ങൾ, ശത്രുക്കളുടെ ഉപജാപം എന്നിവയും വന്നുകൂടായ്മയില്ല. അടുത്തത് ഭരണി നക്ഷത്രം. സ്വന്തം അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുവാനും അത് കുടുംബത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും സാധിക്കും. തൊഴിൽ തുടങ്ങാനും നിലവിലെ സംരംഭങ്ങൾ വിജയിപ്പിക്കുവാനും സാധിക്കും. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ഭവിച്ചേക്കാം. ജോലി തേടുന്നവർ നിരാശപ്പെടേണ്ടി വരികയില്ല. പഠന ഗവേഷണാദികൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പുരോഗമിക്കും. മെയ് മാസത്തിനു ശേഷം പ്രണയസാഫല്യം, വിവാഹസിദ്ധി ഇവ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ പഠനം, ജോലി എന്നിവ സംബന്ധിച്ച് ആശങ്കകൾ ദൂരീകരിക്കപ്പെട്ടേക്കാം. ആരോഗ്യപരമായ ശ്രദ്ധ വേണ്ടതുണ്ട്. രാഹുവിൻ്റെ അനിഷ്ടസ്ഥിതിയിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകാം. വാതജന്യ രോഗങ്ങൾ ഉണ്ടാകാം. ദുശ്ശീലങ്ങൾ ഉള്ളവർ അവ മൂലം ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഗുണവും ദോഷവും കലർന്ന ഫലങ്ങളാവും ഇക്കൊല്ലം ഗ്രഹസ്ഥിതി മൂലം സംജാതമാവുക. ഗുണാനുഭവങ്ങളിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പൂർത്തീകരണം, യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഉദ്യോഗം, നിലവിലെ ജോലിയിൽ അധിക ചുമതല, സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണം പൂർത്തിയായേക്കാം. അന്യദേശത്ത്, വിദേശത്ത് പഠനത്തിന് അഥവാ തൊഴിലവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനം പുലരും. മക്കളുടെ ശ്രേയസ്സും പിന്തുണയും സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകും. പ്രതികൂല ഫലങ്ങളിൽ വയോജനങ്ങളുടെ ആരോഗ്യം, രോഗം, അകാരണമായ മാനസിക പിരിമുറുക്കം എന്നിവയ്ക്ക് സാധ്യത. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കാതെ ഇരിക്കുക, ജീവിതശൈലി രോഗങ്ങളുടെ ഉപദ്രവം, വീട് വിട്ടു നിൽക്കേണ്ട സ്ഥിതി എന്നിവയും വിപരീത ഫലങ്ങളായി കണക്കാക്കാം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രാഹു അനുകൂല സ്ഥിതിയിൽ തുടരുന്ന വർഷമാകയാൽ നിഗൂഢമായ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ ഗുണം ഉണ്ടാകും. ഉപജാപങ്ങളിൽ വിജയം ഉണ്ടാകും. എതിർപ്പുകളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തും. മെയ് മാസം മുതൽ ജന്മവ്യാഴം ഭവിക്കുകയാൽ ഗാർഹികമായും ഔദ്യോഗികമായും പലതരം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരാം. പഠനത്തിനോ തൊഴിലിനോ വിദേശത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാം. കണ്ടകശനി തുടരുന്നതിനാൽ വലിയ തോതിൽ പണം മുടക്കിയുള്ള തൊഴിൽ ഗുണകരമാവുകയില്ല. നിലവിൽ ബിസിനസ് രംഗത്ത് നന്നായി അധ്വാനിച്ചിട്ടും പുരോഗതി ഉണ്ടാകാത്തതിൽ വിഷമം ഉണ്ടാകാം. ചിലപ്പോൾ ആലസ്യം ബാധിച്ചേക്കാം. ആരോഗ്യ പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ഗുണദോഷഫലങ്ങൾ ആവർത്തിക്കുന്ന വർഷമാണ്. സങ്കീർണമായ അനുഭവങ്ങളും ആശയക്കുഴപ്പങ്ങളും ഭവിക്കും. തൊഴിലിൽ പരീക്ഷണങ്ങൾക്ക് മുതിരാതിരിക്കുകയാവും അഭികാമ്യം. നിലവിലെ ഉദ്യോഗം മടുപ്പിക്കാം. എന്നാൽ ജോലി ഉപേക്ഷിച്ച ശേഷം പുതിയ അവസരങ്ങൾ തേടുന്നത് അത്ര അഭിലഷണീയമായിരിക്കുകയില്ല. വസ്തുഭൂമി ഇടപാടുകൾ നടന്നു കിട്ടുമെങ്കിലും പ്രതീക്ഷിച്ച ആദായം ഉണ്ടാവുകയില്ല. രഹസ്യ ഇടപാടുകൾ ലാഭകരവും. സർക്കാരിൽ നിന്നും ധനസഹായവും ചിട്ടി, വായ്പ തുടങ്ങിയവ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും.
അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാനാകും. ദമ്പതികൾക്കിടയിൽ ഭിന്നസ്വരങ്ങൾ ഉയരാം. ആത്മീയ സാധനങ്ങൾ മന്ദീഭവിക്കുന്നതാണ്. കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ പരിരക്ഷയിലും വൈദ്യസഹായത്തിലും ശ്രദ്ധ വേണ്ടതുണ്ട്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ഗുണാനുഭവങ്ങളും സാമ്പത്തിക മെച്ചവും ഏപ്രിൽ മാസം വരെ അഭംഗുരമായി തുടരും. സ്ഥാനോന്നതി, പഠന പുരോഗതി, രാഷ്ട്രീയ നേട്ടം എന്നിവയും ഉണ്ടാകുന്നതാണ്. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനം കൈവരും. പുതിയ വീട്ടിൽ താമസം ആരംഭിക്കും. ആശിച്ച വാഹനം സ്വന്തമാക്കും. 11 നിന്നും വ്യാഴം 12 വരികയാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ മേന്മ കുറയുന്നതാണ്. ഈശ്വരാധീനം മങ്ങുന്നതായി തോന്നാം. രാഹു കേതുക്കളുടെ വിപരീത സ്ഥിതി മാനസിക അസ്വസ്ഥത, ഗൃഹസൗഖ്യം, തൊഴിൽ ഭദ്രത എന്നിവയെ ബാധിക്കുവാൻ ഇടയുണ്ട്. ദുർവാസനകൾ അധികരിച്ചേക്കാം. സുപ്രധാന കാര്യങ്ങളിൽ ആലോചനാശൂന്യമായ തീരുമാനം കൈക്കൊള്ളാൻ ഇടയുണ്ട്. ആരോഗ്യം പരിരക്ഷിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. മിഥുനക്കൂറുകാരായ പുണർദം നാളുകാർക്ക് ഏപ്രിൽ മാസം വരെ നല്ല ഫലങ്ങളും അതിനുശേഷം വർഷാന്ത്യം വരെ സമ്മിശ്ര ഫലങ്ങളും അനുഭവത്തിൽ വരും. എന്നാൽ കർക്കിടകൂറിൽ വരുന്ന പുണർദം നാളുകാർക്ക് ഏപ്രിൽ മാസം വരെ ഗുണദോഷപ്രദമായ അനുഭവങ്ങളും ഫലങ്ങളും പ്രതീക്ഷിക്കാം. ദോഷാനുഭവങ്ങളിൽ വിദ്യാർത്ഥികളുടെ പഠന വൈകല്യം, ആരോഗ്യ പ്രശ്നങ്ങൾ, കടബാധ്യത, അർഹമായ പദവിയും ശമ്പളവർദ്ധനവും ലഭിക്കാതെയിരിക്കുക, ഭാഗ്യക്കുറവ് തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ തൊഴിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അർഹമായ അവകാശങ്ങൾ താമസിച്ചാണെങ്കിലും ലഭിക്കും. അനാരോഗ്യം പതിയെ നീങ്ങും. മനസ്സിന് ശക്തി പ്രാപിക്കുവാനുള്ള ധ്യാനവും മറ്റും പ്രാക്ടീസ് ചെയ്യും. ന്യായമായ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ പ്രായണ ഇക്കൊല്ലം ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും. എന്നാൽ ആദ്യ മാസങ്ങളിൽ കാര്യം അത്ര ആശാവഹമാവുകയില്ല. 9ാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്ഥിതി ഭാഗ്യഭ്രംശം, പിതാവിന് ക്ലേശം, ഉപാസനാഭംഗം എന്നിവ സൃഷ്ടിച്ചേക്കാം. അഷ്ടമശനി സ്വക്ഷേത്രത്തിലാകയാൽ ദോഷശക്തി കുറയും. 10ൽ വ്യാഴസ്ഥിതിയും അനുകൂലമാവുകയില്ല. കർമ്മരംഗം ഉദാസീനമായി കാണപ്പെടും. എന്നാൽ 2024 ജൂൺ മാസം മുതൽ വ്യാഴത്തിൻ്റെ 11ലേക്കുള്ള മാറ്റത്താൽ പലതരം ശുഭാനുഭവങ്ങൾ ഉണ്ടാകും. ചിരകാല സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവും അനുഭവത്തിൽ വരും. മുന്നിൽ കേതു അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ നേടുവാൻ പ്രേരണയാകും. ഉന്നതരുടെ വിശ്വാസം ആർജിക്കും. കച്ചവടത്തിൽ ലാഭം ഉയരുന്നതാണ്. വസ്തുവോ വീടോ വാങ്ങുവാൻ ആയേക്കാം. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഏപ്രിൽ മാസം വരെ പ്രതികൂല സ്ഥിതി തുടരും. അതിനാൽ അക്കാലത്ത് ഗുണപരമായ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ നടന്നേക്കും. കൂടുതൽ കടബാധ്യത വരാതെ ശ്രദ്ധിക്കണം. നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് അഭിലഷണീയമാവുകയില്ല. മക്കളുടെ ജോലി, വിവാഹം മുതലായവ നീണ്ടുപോയേക്കാം. എന്നാൽ മെയ് മാസം മുതൽ വ്യാഴത്തിൻ്റെ ശക്തമായ ആനുകൂല്യം കൈവരുന്നതിനാൽ ഗുണാനുഭവങ്ങൾ വന്നു തുടങ്ങും. സ്വന്തം തൊഴിൽ മെച്ചമുണ്ടാകും. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പിണക്കം പരിഹരിക്കപ്പെടും. കടക്കണിയിൽ നിന്നും അല്പാൽപമായ മോചനം കണ്ടു തുടങ്ങും. ഗൃഹം മോടി പിടിപ്പിക്കാനും പുതിയ വാഹനം വാങ്ങുവാനും സാധിക്കുന്നതാണ്. കുടുംബസമേതമുള്ള വിനോദയാത്രകൾക്കും അവസരം ലഭിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. സാധാരണ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെ ഒരുവിധം ഭംഗിയായി നടത്താനാകും. വലിയ നേട്ടങ്ങൾക്കുള്ള സാധ്യത കുറവാണ്. ഗുണാനുഭവങ്ങൾ പതുക്കെയാവും വന്നെത്തുക. ചെറു നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്തും. മക്കളുടെ കാര്യത്തിൽ അവരുടെ പഠനം, തൊഴിൽ എന്നിവയെപ്പറ്റി ആലോചിച്ച് ഉത്കണ്ഠയുണ്ടാകും. കുടുംബത്തിൻ്റെ പിന്തുണ വേണ്ടത്ര ലഭിക്കില്ല എന്ന സങ്കടം മനസ്സിൽ തോന്നും. ഏജൻസികൾ നടത്തുന്നവർ, കരാർ പണിക്കാർ, ദിവസവേതനക്കാർ തുടങ്ങിയവർക്ക് സ്ഥിതി അനുകൂലമാണ്. ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ വിരോധം നേടിയെടുക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. വിജയിക്കാനാവും. വ്യത്യസ്ത രംഗങ്ങളിൽ മുഖ്യ തൊഴിലിനൊപ്പം ഭാഗികമായി മറ്റൊരു വരുമാന മാർഗം കൂടി കണ്ടെത്താനാകും. കുടുംബകാര്യങ്ങളിൽ
അലോസരങ്ങൾ സൃഷ്ടിക്കാം. ആത്മസംയമനം പാലിക്കുവാൻ മറക്കരുത്. കൂടുതൽ ആലോചിക്കും, എന്നാൽ അവ പ്രായോഗികമാക്കുന്നതിൽ ക്ലേശം ഉണ്ടാകും. മകൻ്റെ ഉപരിപഠനത്തിന് സാമ്പത്തിക ബാധ്യത വരും. മകളുടെ വിവാഹ ആലോചന നീണ്ടേക്കാം. സംഘടനാ പ്രവർത്തനത്തിലെ എതിർപ്പുകളെ പരാജയപ്പെടുത്തും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവുന്നതാണ് പതിവ്. വൈദ്യപരിശോധനകളിൽ അലംഭാവം അരുത്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ചിങ്ങക്കൂറുകാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാം. ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്ക് മക്കളുടെ പഠനമോ തൊഴിലിലോ വിഷമകരമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സമയബന്ധിതമായ ചുമതലകൾ നിർവഹിക്കാതിരിക്കുന്നതിനാൽ മേലധികാരികളുടെ ശാസന കേൾക്കേണ്ടി വരും. പഠനത്തിൽ ഏകാഗ്രത നഷ്ടമാകും. ഗാർഹിക ക്ലേശങ്ങൾ അനുഭവപ്പെടും. പഴയ വാഹനം വിൽക്കുവാനുള്ള ശ്രമം നീണ്ടുപോയേക്കാം. നീതിബോധത്തോടെ പ്രവർത്തിക്കാനായില്ല എന്ന് പശ്ചാത്തപിക്കും. സഞ്ചാരം കൂടാം, അതിനനുസരിച്ച് പ്രയോജനം ഉണ്ടാവുകയില്ല. സാമ്പത്തികമായി ഇരുകൂറിലും ജനിച്ച ഉത്രം നാളുകാർക്കും മെച്ചം ഉണ്ടാകും. ന്യായമായ ആവശ്യങ്ങൾ മുടങ്ങുക ഇല്ല. അടുത്തത് അത്തം നക്ഷത്രമാണ്. സാധാരണ കാര്യങ്ങൾ മിക്കതും ഒരുവിധം ഭംഗിയായി പൂർത്തീകരിക്കും. യാത്രകൾ കൊണ്ട് നേട്ടം വന്നു ചേരും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ പരമാവധി ശ്രമിക്കും. സാമ്പത്തിക ക്ലേശം കുറയുന്നതാണ്. ജന്മരാശിയിൽ കേതുവും 4-ാമിടത്തിൽ കുജനും ആദിത്യന്മാരും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഗാർഹിക ക്ലേശങ്ങൾ അനുഭവത്തിൽ വരും. രാഷ്ട്രീയ തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അയൽ വഴക്കുകൾ സ്വൈരക്കേടിന് കാരണമായേക്കാം. ബൗദ്ധികമായി മികവുണ്ടാകും. ഗവേഷണത്തിൽ മുന്നേറ്റം ഉണ്ടാകും. ആത്മീയ സാധനങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നതാണ് ഉത്തമം. അടുത്ത ചിത്ര നക്ഷത്രമാണ്. ചിത്രക്കാർക്ക് നേട്ടം വർദ്ധിക്കും. ജോലിയിൽ സ്ഥാനോന്നതി പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുടെ ഇടയിൽ ബഹുമാനിക്കപ്പെടും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നന്നായി പ്രതിരോധിക്കുവാൻ സാധിക്കും. തൊഴിലിൽ നിന്നുമുള്ള വരുമാനം തടസ്സപ്പെടാതെ വന്നേക്കാം. കന്നിക്കൂറുകാരായ ചിത്തിര നാളുകാർക്ക് ബന്ധുക്കളിൽ നിന്നും വിരോധം, സ്ത്രീകളിൽ നിന്നും എതിർപ്പ് എന്നിവ നേരിടേണ്ടി വന്നേക്കാം. ദുഷ്ടജന സംസർഗം ഉണ്ടാകാം. സുലഭ വസ്തുക്കൾ നേടിയെടുക്കുവാൻ ക്ലേശിക്കുന്നതാണ്. വാഹന ഉപയോഗത്തിൽ നല്ല ശ്രദ്ധ വേണം. അടുത്തത് ചോതി നക്ഷത്രമാണ്. കുറച്ചു നാളായി അലച്ചിൽ അവസാനിക്കും. കാര്യതടസ്സം മാറും. കാര്യസാധ്യം വന്നു ഭവിക്കും. തൊഴിൽ തേടുന്നവർക്ക് നല്ല സമയമാണ്. ശക്തമായ പിന്തുണ കുടുംബത്തിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നും ലഭിക്കും. പ്രതീക്ഷിച്ച ധനസഹായം കൈവരുന്നതാണ്. സാമൂഹികമായ അംഗീകാരം സിദ്ധിക്കും. ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ അനുരഞ്ജനത്തിന് വഴിമാറുന്നതാണ്. മകൻ്റെ ഉപരിപഠനത്തിന് അവസരമോ പുതിയ ജോലിയോ ലഭിക്കുവാൻ ഇടയുണ്ട്. വാക്ചാതുര്യം പ്രകടിപ്പിക്കും. കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള ശ്രമം വിജയം കാണുന്നതാണ്. പ്രണയബന്ധം ഊഷ്മളമാകും. അടുത്ത വിശാഖം നക്ഷത്രമാണ്. കൃത്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. ബിസിനസ് രംഗത്തെ ആലസ്യ ഉണർവിന് വഴിമാറും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാം. ആതുര ശുശ്രൂഷ, സാമൂഹിക സേവനം മുതലായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതിയും അംഗീകാരവും ലഭിക്കും. ധനക്ലേശം ഒട്ടൊക്കെ പരിഹരിക്കാൻ സാധിക്കും. വായ്പാ സഹായം ലഭിക്കും. കുടുംബബന്ധത്തിൽ ഹൃദയ ഐക്യം ശക്തിപ്പെടും. മക്കളുടെ ഭാവി കാര്യങ്ങളിൽ ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കും. ഗുണാധിക്യവും സമ്മിശ്രഫലവും പ്രതീക്ഷിക്കാം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ആത്മവിശ്വാസം കുറയുന്ന സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടാൻ കഴിയാതെ വരും. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചം പറയാനാവുകയില്ല. വാക്കുകൾ പരുഷവും പ്രകോപനപരവും ആയേക്കാം. പുതിയ വീട് മേടിക്കുവാനോ പഴയ വീട് പുതുക്കുവാനോ ശ്രമം തുടങ്ങും. പഴയ കുടിശ്ശിക മടക്കി കിട്ടും. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ഇടയുണ്ട്. ചിലപ്പോൾ ആലോചനയിൽ മുഴുകും. പലതും ചിന്തിക്കും, എന്നാൽ അവ പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ വരും. ആരോഗ്യപരമായി ജാഗ്രത വേണ്ട കാലഘട്ടമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും കഷ്ടിച്ച് കടന്നുകൂടും. കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കുവാൻ സാധ്യതയുണ്ട്. വരുമാനം ഭാഗികമായിട്ട് വന്നു ചേരും.
വൃദ്ധജനങ്ങളുടെ പരിരക്ഷയ്ക്കും പരിചരണത്തിനും സമയം കണ്ടെത്തും. വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാവും ഉചിതം. ബന്ധുക്കളുടെ സാമ്പത്തിക സഹായമോ പിന്തുണയോ ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് എതിരാളികളുടെ പ്രവർത്തനം തടസ്സം സൃഷ്ടിച്ചേക്കാം. ഭൂമിയിൽ നിന്നും ആദായം ഉണ്ടാകുന്നതാണ്. രഹസ്യ നിക്ഷേപങ്ങൾ നടത്തുവാൻ ഇടയുണ്ട്. കുടുംബബന്ധങ്ങളുടെ നൈസർഗിക താളം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. നക്ഷത്രാധിപനായ കേതുവിന് ബുധക്ഷേത്രത്തിൽ സ്ഥിതിയുള്ളതിനാൽ ബുദ്ധിപരമായ കാര്യങ്ങൾ നടത്തുവാനാകും. വിജയം വരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ ഉണ്ടാകും. ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനം സാധ്യമാകും. തൊഴിൽ വികസനമുണ്ടാകും. മുതൽ മുടക്കനുസരിച്ചുള്ള ആദായം ലഭിക്കാം. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലയോ സ്ഥാനക്കയറ്റമോ കൈവരും. സഹപ്രവർത്തകരുടെ പിന്തുണ കരുത്തേകും. ജൂൺ മാസം മുതൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കുറയുന്നതിനാൽ ദൈവാധീനക്കുറവ് അനുഭവത്തിൽ വരാം. ഗൃഹത്തിൽ ചില അസ്വസ്ഥതകൾ തലപൊക്കും. വീട് മാറേണ്ട സാഹചര്യവും വന്നേക്കാം. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ വിഷമിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. വർഷത്തിൻ്റെ പകുതി വരെ ഗുണഫലങ്ങളാവും ഉണ്ടാവുക. മകൻ്റെ പഠനം ഉന്നതിയിലേക്ക് കടക്കാം. മകൾക്ക് ജോലി ലഭിച്ചേക്കാം. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനം ഉണ്ടാകും. സഹോദരങ്ങളുടെ പിന്തുണ ശക്തിയാകും. തൊഴിലിടത്തിൽ നല്ല അന്തരീക്ഷം സംജാതമാകും. ഏജൻസികളോ ഫ്രാഞ്ചൈസികളോ വരുമാനമാർഗം വർദ്ധിപ്പിക്കും. വിദേശ പഠനം, തൊഴിൽ ഇവ പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പല കാര്യങ്ങളിലും മാനസിക ക്ലേശം കൂടാം. ഗൃഹത്തിൻ്റെ ജീർണോദ്ധാരത്തിൻ്റെ ചെലവേറും. കച്ചവടത്തിൽ ആലസ്യം ഭവിക്കാം. വയോജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ്. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ധനുക്കൂറുകാർക്ക് ജൂലൈ മുതലാവും മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നെത്തുക. പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലമാകും. സാങ്കേതിക വിഷയങ്ങളിൽ അറിവ് സമ്പാദിക്കും. ഉദ്യോഗസ്ഥർ സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ധനുക്കൂറുകാർക്ക് ആദ്യ പകുതി ഗുണകരമാകും. മകരക്കൂറുകാർക്ക് ജൂലൈ മുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വരും. പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും. സാമ്പത്തിക വിഷയങ്ങളിൽ അറിവ് വർദ്ധിക്കും. മുഖ്യ തൊഴിലിനൊപ്പം മറ്റൊരു വരുമാനമാർഗം കൂടി കണ്ടെത്തും. കൂട്ടുകച്ചവടത്തിൽ വിജയം ഉണ്ടാകും. ഭാവനാപരവും കലാപരവുമായ പ്രവർത്തനങ്ങളിൽ വിജയിക്കും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടാകും. ആത്മീയ സാധനകൾ വളരും. ക്ഷേത്രത്തിൽ പോകുവാനും തീർത്ഥാടനത്തിൽ ആനന്ദം കണ്ടെത്തുവാനും സാധിക്കും. കഫജന്യ രോഗങ്ങൾക്ക് കരുതൽ വേണം. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത കുറയും. ദാമ്പത്യ പ്രശ്നങ്ങൾ സ്വൈരക്കേടുണ്ടാകും. അനുരഞ്ജനത്തിൻ്റെ പാത മനഃശാന്തിക്ക് കാരണമാകും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സജീവവും ക്രിയാത്മകവും ആയ വർഷമായിരിക്കും. ഇച്ഛാശക്തി വർദ്ധിക്കും. പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളും. അവ വിജയപഥത്തിലെത്തിക്കുവാൻ സാധിക്കും. സഹായകരമായ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം ഉയരും. സാമ്പത്തിക ക്ലേശം ഒട്ടൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും. അടുത്തത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ പൂർത്തീകരണം സാധിക്കും. ന്യായമായ തൊഴിൽ ലഭിക്കും. പ്രണയ സാഫല്യം ഉണ്ടാകും. വിവാഹസിദ്ധി ഉണ്ടാകും. സന്താനപ്രാപ്തി ഉണ്ടാകും. അനുകൂലമായ സമയമാണ്. വസ്തു വാങ്ങുവാനോ ഗൃഹനിർമ്മാണത്തിനോ സാഹചര്യം വരുന്നു. ഭാഗ്യസ്ഥാനത്തിലെ കേതുവും ചൊവ്വയുടെ അനിഷ്ടസ്ഥാന സഞ്ചാരവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾക്ക് വഴിവെച്ചേക്കാം. ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ ആവശ്യമാണ്. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. കണ്ണീരും കഷ്ടവും കൂടുതലായി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൊവ്വ ഉച്ചരാശിയിലാണ്. നേട്ടങ്ങൾ പലതും ഉണ്ടാകാം. പഠനത്തിൽ ദിശാബോധം ഉണ്ടാകും. അർഹതയ്ക്കനുസരിച്ച് തൊഴിൽ നേടുവാനാകും. കാര്യബോധവും പ്രാപ്തിയും കൈവന്നതിനാൽ മുതിർന്നവർ വിലയിരുത്തും. ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കുന്നതാണ്. വിവാഹ യോഗം കാണുന്നുണ്ട്.
കുംഭക്കൂറുകാർക്ക് ദുരിതങ്ങളിൽ നിന്നും സമാശ്വാസം ലഭിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. മെയ് മാസം മുതൽ ഗ്രഹങ്ങൾ പ്രതികൂലമായി നീങ്ങാം. അതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ, ദാമ്പത്യ അനൈക്യം, മറ്റ് പ്രശ്നങ്ങൾ എന്നിവയൊക്കെ വന്നു ചേരാം. ജാമ്യം നിൽക്കുന്നത് ശ്രദ്ധയോടുകൂടി വേണം. വ്യവഹാരാദികൾക്ക് മുതിരാതെ ഇരിക്കുക. വ്യാഴം ഇടവം രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ക്ലേശങ്ങൾക്ക് ലഘുത്വം സംഭവിക്കും. സ്ഥിരജോലി, വേതന വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. ഗാർഹികമായ സ്വസ്ഥത ഉണ്ടാകും. കലുഷമായ അന്തരീക്ഷം തെളിയും. ദുർബലമായിരുന്നവ സുലഭമാകുന്നതാണ്. സാമൂഹികമായ അംഗീകാരം ലഭിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. കുംഭക്കൂറിലും മീനക്കൂറിലും വരുന്ന നക്ഷത്രമാണ് പൂരുരുട്ടാതി. തൊഴിൽ തേടുന്നവർക്ക് ഇക്കൊല്ലം നിരാശപ്പെടേണ്ടി വരികയില്ല. വിദേശത്ത് പോകാനുള്ള ആഗ്രഹം സാധിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടുന്ന വർഷമായിരിക്കും. അല്പാൽപമായി പണം ശേഖരിക്കുവാനും വർഷാവസാനം തിരക്കേടില്ലാതെ സമ്പാദ്യം നേടുവാനും ആകും. വസ്തു വാങ്ങുന്നതിൽ കബളിപ്പിക്കപ്പെടുവാൻ ഇടയുണ്ട്. അതിനാൽ അക്കാര്യത്തിൽ ജാഗ്രത ആവശ്യമാണ്. ജന്മരാശിയുടെ കാലമാകയാൽ ആരോഗ്യത്തിൽ കരുതൽ വേണ്ടതുണ്ട്. തടസ്സങ്ങൾ ഇടയ്ക്കിടെ അനുഭവത്തിൽ വരാം. മാധ്യമങ്ങളിൽ സാന്നിധ്യം ശക്തമാകും. വ്യവസ്ഥാനീയരായ അവസ്ഥയും ഉണ്ടായേക്കാം. വസ്തു വാങ്ങുന്നതിൽ കബളിപ്പിക്കപ്പെടാൻ ഇടയുണ്ട്. അക്കാര്യത്തിൽ നല്ല ജാഗ്രത ആവശ്യമാണ്. തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും. രാഹുവും ശനിയും വിദ്യാഭ്യാസ തടസ്സത്തിന് കാരണമായേക്കാം. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. രാഹുവും ശനിയും പ്രതികൂല അവസ്ഥ തുടരുന്ന വർഷമാണ്. എങ്കിലും ആദ്യ പകുതിയിൽ നേട്ടങ്ങൾക്ക് മുഖ്യത്വം ഉണ്ടാകും. ഭൂമി ലാഭം, ഗൃഹനിർമ്മാണം, സാമ്പത്തിക ഉന്നതി എന്നിവ സിദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് സ്ഥിരമായ ആദായമാർഗം തുറക്കപ്പെടും. രാഷ്ട്രീയ കലാമത്സരങ്ങളിൽ വിജയം വരിക്കുവാൻ സാധിക്കും. എതിർപക്ഷത്തിൻ്റെ ഉപജാപങ്ങളെ പ്രതിരോധിക്കും. കുടുംബാംഗങ്ങളുമായി വിനോദയാത്ര നടത്തും. ജൂണിന് ശേഷം തൊഴിലിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാവുകയില്ല. പഠനത്തിൽ ശ്രദ്ധ കുറയാം. ഊഹക്കച്ചവടം കൊണ്ട് പറയത്തക്ക ഗുണം ഉണ്ടാവുകയില്ല. അനുരാഗികൾക്ക് പ്രണയ ശൈഥില്യത്തിന് സാധ്യത കാണുന്നുണ്ട്. മിതവ്യയം ശീലിക്കുന്നത് ഉത്തമം. വൈദ്യപരിശോധനകൾ കുറയ്ക്കരുത്. അടുത്തത് രേവതി നക്ഷത്രം. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ പരിശ്രമിക്കും. ഒട്ടൊക്കെ വിജയിക്കും. ഉദ്യോഗത്തിനായുള്ള കാത്തിരിപ്പ് അവസാനം വന്നേക്കാം. നേതൃസിദ്ധി അംഗീകരിക്കപ്പെടും. ബിസിനസ് വിപുലീകരിക്കും. സർക്കാരിൽ നിന്നും അനുമതി പ്രതീക്ഷിച്ചതിലും നേരത്തെ ലഭിക്കും. വായ്പകൾ കൈവരാം. ഋണബാധ്യതകൾ ഭാഗികമായി മുക്തിയുണ്ടാകും. വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീർപ്പ് സാധ്യമാണ്. സാധാരണ കാര്യങ്ങൾ ഒന്നും തന്നെ മുടക്കുകയില്ല. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ തിളക്കം കുറവായിരിക്കും. പുതിയ ഉദ്യമങ്ങളിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ ഭഗീരഥ പ്രയത്നം വേണം. ജന്മരാഹു ആലസ്യമുണ്ടാക്കാം. തുടക്കത്തിൽ ഊർജം പിന്നീട് നഷ്ടമാകുന്നതാണ്. സാംക്രമിക രോഗങ്ങൾ, പാദരോഗം, വിഷാദരോഗം എന്നിവ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.